ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇത് ആപ്പിൾ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ ആ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഒരു 2 പീസായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഞാൻ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെയും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി 1 കപ്പ് പാലും കൂടെ ചേർത്തു. അതായത് ഞാനിവിടെ 1 കവർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ 1 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ പാലൊക്കെ നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ ആപ്പിളിൻ്റെ എന്ത് റെസിപ്പിയിലാണെങ്കിലും നമുക്ക് ഈ കറുകപ്പട്ട ആയിരിക്കും കേട്ടോ അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വന്നത്. അപ്പോൾ വേറെ ഫ്ലവേഴ്സ് ഒന്നും ചേർക്കണേക്കാളും ഏറ്റവും നല്ലത് കറുകപ്പട്ട തന്നെയാണ്. പിന്നെ ആപ്പിളിൻ്റെ അറിയാലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ആപ്പിൾ എന്നൊക്കെ പറയണത് തന്നെ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.